നമസ്കാരം. ജോയിനിങ് ടൈമിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ഏവർക്കും സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം. ജോയിനിങ് ടൈം. ഒരു പുതിയ പോസ്റ്റിൽ ജോയിൻ ചെയ്യാൻ ജീവനക്കാർക്ക് അനുവദിക്കുന്ന സമയമാണ് ജോയിനിങ് ടൈം. ആസ് പെർ KSR റൂള് 1216, it is the time allowed to an officer to join a new post or to travel to or from a station to which he is posted. KSR Part 1 റൂൾ 125 മുതൽ 138 വരെ ജോയിനിങ് ടൈമിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. കണ്ടീഷൻസ് ഓഫ് ജോയിനിങ് ടൈം. ഒരു പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ മറ്റൊരു പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുമ്പോൾ ജോയിനിങ് ടൈം ലഭിക്കുന്നതാണ്. ഏൺഡ് ലീവിൽ നിന്ന് തിരികെ വന്ന് ഒരു പുതിയ പോസ്റ്റിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ജോയിനിങ് ടൈം ലഭിക്കുന്നതാണ്. അതുപോലെ മറ്റ് ലീവുകൾ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാൻ വരുമ്പോൾ മുന്നറിയിപ്പില്ലാതെ പുതിയൊരു പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുകയാണെങ്കിൽ ജോയിനിങ് ടൈം ലഭിക്കുന്നതാണ്. പുതിയ സ്റ്റേഷനിലേക്ക് മാറുമ്പോൾ താമസം മാറ്റേണ്ട സാഹചര്യമില്ലെങ്കിൽ ഒരു ദിവസം ജോയിനിങ് ടൈമായി അനുവദിക്കുന്നതാണ്. ഞായറാഴ്ചയോ ഹോളിഡേയോ അതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാറ്റർഡേ FNൽ റിലീവായാൽ സാറ്റർഡേ ANൽ തന്നെ ജോയിൻ ചെയ്യണം. എന്നാൽ സാറ്റർഡേ ANൽ റിലീവായാൽ മൺഡേ FNൽ ജോയിൻ ചെയ്താൽ മതി. ഓഫീസ് മാറ്റമില്ലെങ്കിൽ ജോയിനിങ് ടൈം ലഭിക്കുന്നതല്ല. ഒഴിവു ദിവസങ്ങൾ ജോയിനിങ് ടൈമിനെ തുടർന്ന് വന്നാൽ ആ ഒഴിവു ദിവസങ്ങൾ കൂടി ഉൾപ്പെടുത്തി ജോയിനിങ് ടൈം ദീർഘിപ്പിച്ചതായി കണക്കാക്കാവുന്നതാണ്. അവധിയിലിരിക്കെ സ്ഥലം മാറ്റപ്പെടുകയാണെങ്കിൽ അവധിയെ പിന്തുടർന്ന് വരുന്ന ഒഴിവു ദിവസങ്ങളുടെ തുടർച്ചയായി വരുന്ന ദിവസം മുതൽ ജോയിനിങ് ടൈം ആരംഭിച്ചതായി കണക്കാക്കാവുന്നതാണ്. കാൽക്കുലേഷൻ ഓഫ് ജോയിനിങ് ടൈം. പുതിയ സ്റ്റേഷനിലേക്കുള്ള ദൂരം 8 കിലോമീറ്ററിൽ കുറവല്ലെങ്കിൽ മാത്രമേ താമസ സ്ഥലം മാറ്റമുള്ളതായി കണക്കാക്കുകയുള്ളൂ. ഒരു ജീവനക്കാരന് പരമാവധി 30 ദിവസം വരെ ജോയിനിങ് ടൈം ലഭിക്കുന്നതാണ്. 6 ദിവസം തയ്യാറെടുപ്പിനും കൂടാതെ യഥാർത്ഥ യാത്രയ്ക്കാവശ്യമായ സമയവും ലഭിക്കുന്നതാണ്. ട്രെയിൻ യാത്രയ്ക്ക് 500 കിലോമീറ്റർ വരെ ഒരു ദിവസം ലഭിക്കും. റോഡ് മാർഗം 150 കിലോമീറ്റർ വരെ ഒരു ദിവസമായി കണക്കാക്കും. മറ്റ് യാത്രാമാർഗങ്ങൾ 25 കിലോമീറ്റർ വരെ ഒരു ദിവസമായി കണക്കാക്കുന്നു. വിമാനയാത്ര ഒരു ദിവസമായി പരിഗണിക്കുന്നതാണ്. ദൂരത്തിന്റെ ഭാഗങ്ങൾ വന്നാലും ഒരു ദിവസം ലഭിക്കുന്നതാണ്. യാത്രയുടെ ആദ്യമോ അവസാനമോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റോഡ് മാർഗം സഞ്ചരിക്കേണ്ട ദൂരം 8 കിലോമീറ്ററോ അതിൽ കുറവോ ആണെങ്കിൽ അതിന് ജോയിനിങ് ടൈം അനുവദിക്കുന്നതല്ല. സൺഡേ ജോയിനിങ് ടൈമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. എന്നാൽ പരമാവധി ജോയിനിങ് ടൈം 30 ദിവസമായി കണക്കാക്കുന്നതിന് സൺഡേയും ഉൾപ്പെടുന്നതാണ്. സ്ഥലംമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ച അധികാരിക്ക് തന്നെ പ്രത്യേക സാഹചര്യത്തിൽ ജോയിനിങ് ടൈമിൽ കുറവ് വരുത്താനും അധികാരമുണ്ട്. ജോയിനിങ് ടൈം ഇൻ ട്രാൻസിറ്റ്. ഒരു ട്രാൻസ്ഫർ ഓർഡറിന്റെ അടിസ്ഥാനത്തിലുള്ള ജോയിനിങ് ടൈം കഴിയുന്നതിന് മുമ്പ് ആ ഉദ്യോഗസ്ഥന് വീണ്ടും ഒരിടത്തേക്ക് സ്ഥലമാറ്റി ഉത്തരവായാൽ രണ്ടാമത്തെ ഉത്തരവ് ലഭിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ അടുത്ത ജോയിനിങ് ടൈം ആരംഭിച്ചതായി കണക്കാക്കേണ്ടതാണ്. എന്നാൽ രണ്ടാമതും തയ്യാറെടുപ്പിനുള്ള 6 ദിവസം ലഭിക്കുന്നതല്ല. ഒരു ജീവനക്കാരൻ ജോയിനിങ് ടൈമിലിരിക്കെ അവധിയിൽ പ്രവേശിച്ചാൽ
ജോയിനിങ് ടൈമിലെ കഴിഞ്ഞുപോയ ദിവസങ്ങൾ കൂടി അവധിയുടെ ഭാഗമായി പരിഗണിക്കുകയും അവധി തീരുന്നതിന്റെ അടുത്ത ദിവസം മുതൽ ജോയിനിങ് ടൈം ആരംഭിച്ചതായി കണക്കാക്കുകയും വേണം. ഒരു ജീവനക്കാരൻ ഏൺഡ് ലീവിലിരിക്കുമ്പോൾ സ്ഥലം മാറ്റപ്പെട്ടാൽ ഏൺഡ് ലീവിന് ശേഷം അർഹമായ ജോയിനിങ് ടൈം കൂടി കഴിഞ്ഞ് പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്താൽ മതി. എന്നാൽ ഏൺഡ് ലീവും ജോയിനിങ് ടൈമും കൂടി വരുന്ന കാലയളവിന് മുമ്പ് ജോയിൻ ചെയ്താൽ എത്ര ദിവസം മുമ്പാണോ ജോയിൻ ചെയ്തത് അത്രയും ദിവസത്തെ ഏൺഡ് ലീവ് റദ്ദു ചെയ്യുന്നതാണ്. ജോയിനിങ് ടൈം പേ. ജോയിനിങ് ടൈം ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. ജോയിനിങ് ടൈമിലുള്ള ജീവനക്കാരന് നേരത്തെ വഹിച്ചിരുന്ന പോസ്റ്റിൽ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളവും ക്ഷാമബത്തയും കോമ്പൻസേറ്ററി അലവൻസും HRAയും ലഭിക്കുന്നതാണ്. എന്നാൽ PTക്കോ കൺവെയൻസ് അലവൻസിനോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പൊതു താൽപര്യപ്രകാരമുള്ള സ്ഥലമാറ്റത്തിന് ജോയിനിങ് ടൈം ലഭിക്കുകയുള്ളൂ. ജീവനക്കാരന്റെ അപേക്ഷ പ്രകാരമുള്ള ട്രാൻസ്ഫറിന് പുതിയ സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായ ദിവസങ്ങളിലേക്കും ജോയിൻ ചെയ്യേണ്ട ദിവസം ഒഴിവു ദിവസമായി പ്രഖ്യാപിച്ചാൽ ആ ദിവസത്തേക്കും ജോയിനിങ് ടൈമിലുള്ള ശമ്പളവും ബത്തകളും ലഭിക്കുന്നതാണ്. ജോയിനിങ് ടൈമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. Calculate the joining time admissible to an officer who has been relieved from Station A on the day of 8th Tuesday, September 2020 to join Station B, which is 590 km away from A. By rail 505 km, by road 65 km and by car 20 km. 10th and 21st September are holidays. ഇവിടെ പ്രിപ്പറേഷൻ ടൈം 6 ദിവസം ലഭിക്കും. റെയിൽ യാത്രയ്ക്ക് 2 ദിവസം കിട്ടും. 500 കിലോമീറ്ററിന് ഒരു ദിവസം, 5 കിലോമീറ്ററിന് ഒരു ദിവസം, അങ്ങനെ 2 ദിവസം. റോഡ് യാത്രയ്ക്ക് 1 ദിവസം ലഭിക്കും. കാർ യാത്രയ്ക്ക് 1 ദിവസം ലഭിക്കും. ആകെ ജോയിനിങ് ടൈം 10 ദിവസം. റിലീവ് ആകുന്നത് സെപ്റ്റംബർ 8 AM ജോയിനിങ് ടൈമിൽ ആ ദിവസം വരുന്നില്ല. ഇടയിൽ വരുന്ന സൺഡേസ് ഒഴിവാക്കപ്പെടണം. ഹോളിഡേയ്സ് ആരംഭത്തിലോ ഇടയിലോ വന്നാൽ ഒഴിവാക്കപ്പെടേണ്ടതില്ല. എന്നാൽ ജോയിനിങ് ടൈമിന്റെ അവസാന ഹോളിഡേയ്സ് വന്നാൽ ആ ദിവസം കൂടി ഉൾപ്പെടുത്തി ജോയിനിങ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ ജോയിനിങ് ടൈം തുടങ്ങുന്നത് 9-ാം തീയതിയും അവസാനിക്കുന്നത് 19-ാം തീയതി AM 20 സൺഡേ ആയതുകൊണ്ട് 21 FN ജോയിൻ ചെയ്യണമായിരുന്നു. എന്നാൽ 21 ഹോളിഡേ ആയതിനാൽ ആ ദിവസം കൂടി ഉൾപ്പെട്ട് ജോയിനിങ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു. അതിനാൽ 22 FN ജോയിൻ ചെയ്താൽ മതിയാകും. Joining time of an officer ends on 7/1/2019 Friday. He will join the new post on that. 8-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ ഹോളിഡേ ആയതിനാൽ ആ ദിവസം കൂടി ഉൾപ്പെടുത്തി ജോയിനിങ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാം. 9-ാം തീയതി സൺഡേ ആയതുകൊണ്ട് 10-ാം തീയതി മൺഡേയിൽ ജോയിൻ ചെയ്താൽ മതി. Here the correct answer is option C, 10/1/2019. The overstay of joining time is regulated as per dash. The correct answer is option C, Rule 137, Part 1 KSR. An officer transferred on public interest from Trivandrum to Tiruvalla was relieved on 4/1/2012 AM. On which date he should join duty at the new station? Distance 135 km by rail. Sunday on 8/1/2012. Holiday on 10/1/2012. ഇവിടെ പ്രിപ്പറേഷന് ടൈം 6 ദിവസം.
റെയിൽ യാത്രയ്ക്ക് 1 ദിവസം. ആകെ ജോയിനിങ് ടൈം 7 ദിവസമാണ്. 4-ാം തീയതി AN-ലാണ് റിലീവ് ആകുന്നത്. 5-ാം തീയതി മുതൽ ജോയിനിങ് ടൈം തുടങ്ങുന്നു. 8-ാം തീയതി സൺഡേ ഒഴിവാക്കുന്നു. 10-ാം തീയതി ഹോളിഡേ ജോയിനിങ് ടൈമിൽ ഉൾപ്പെടുന്നു. ജോയിനിങ് ടൈം അവസാനിക്കുന്നത് 12-ാം തീയതി AN-ലാണ്. 13-ാം തീയതി FN-ൽ ജോയിൻ ചെയ്യണം. Here the correct answer is option B, 13/1/2012 FN. When an officer is appointed to a new post, while he is in transit from one post to another, he is not entitled to which of the following? ഒരു ട്രാൻസ്ഫർ ഓർഡറിന്റെ അടിസ്ഥാനത്തിലുള്ള ജോയിനിങ് ടൈം കഴിയുന്നതിന് മുമ്പ് വീണ്ടും മറ്റൊരു പോസ്റ്റിലേക്ക് നിയമിച്ചാൽ രണ്ടാമത്തെ ഉത്തരവനുസരിച്ച് ജോയിനിങ് ടൈം ലഭിക്കും. എന്നാൽ പ്രിപ്പറേഷനുള്ള 6 ദിവസം വീണ്ടും ലഭിക്കത്തില്ല. Here the correct answer is option C, a second period of 6 days for preparation. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.